പ്രമീള ശശിധരൻ വളരെ ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള മാന്യയായിട്ടുള്ള ഒരു നേതാവാണ്. അവർ സ്വാഭാവികമായിട്ടും നഗരസഭാ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് അവിടെ MLA കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ അവിടെ BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുടെ ഔദ്യോഗിക നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോടുള്ള വ്യക്തിവിരോധം തീർക്കാനും പാർട്ടിക്കുള്ള ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗവുമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ അവരെ ക്ഷണിക്കാതെ, ചെയർപേഴ്സണെ ക്ഷണിക്കാതെ അവിടുത്തെ പാർട്ടി സൊസൈറ്റി നേതാവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ചേർന്ന് നടത്തുന്ന പരിപാടികളൊക്കെ കണ്ടതാണല്ലോ. അതൊന്നും പൊതുസമൂഹം ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം BJP നേതൃത്വം മനസ്സിലാക്കണം. ഈ ആളുകളെ അവരുടെ പ്രത്യേകിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സണെ പോലെയുള്ള ഒരാളെ നിരന്തരമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് പാലക്കാട്ട് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവർ ഒരു സ്ത്രീ കൂടിയാണ്. അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന സമയത്ത് എനിക്കറിഞ്ഞുകൂടാ അവർ പ്രതികരിച്ചിട്ടുണ്ടാവാം. എന്തായാലും അവർ വളരെ മാന്യമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. സന്ദീപ്, അവരെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കുണ്ടോ? ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരാളല്ല. അതെല്ലാം അവരാണ് കാര്യങ്ങൾ പറയേണ്ടത്, നിലപാടുകൾ പറയേണ്ടത്. എനിക്ക് അവരെ വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് പറയണം, അവർ മാന്യമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. വളരെ ദീർഘകാലമായിട്ട് പൊതുരംഗത്തുള്ള പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് അവർ വളരെ അവരുടെ അർപ്പതമായിട്ടുള്ള കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് അവരവിടെ ഒരു റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പോയത് വാസ്തവത്തിൽ അത് പ്രശ്നമാക്കുകയാണെങ്കിൽ അവരെ ക്ഷണിക്കാതെ, പ്രോട്ടോകോൾ പാലിക്കാതെ പാൽ സൊസൈറ്റി നേതാവും ഭാര്യയും കൂടി നടത്തിയിട്ടുള്ള അഭ്യാസങ്ങൾക്ക് BJP മറുപടി പറയേണ്ടി വരും.